UDF ഗവൺമെൻറ് വന്ന ഉടൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ ചെയ്തിരുന്നു, മുൻപും UDF ഗവൺമെൻറ് അത് ചെയ്തിട്ടുണ്ട്. ധവളപത്രം പുറപ്പെടുവിച്ചു, വൈറ്റ് പേപ്പർ ഓൺ എക്കോണമി, ഫിസിക്കൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ എക്കോണമി ഹെൽത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ട് ഈ ഖജനാവിൻ്റെയും കേരള സർക്കാരിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ KM ചന്ദ്രശേഖരനെ പ്ലാനിംഗ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അദ്ദേഹത്തിന് ചുമതല കൊടുത്തു, ചാർജ് എടുത്തോ എന്നറിയില്ല. അദ്ദേഹം നേരത്തെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു, പ്ലാനിംഗ് ബോർഡിൻ്റെ തന്നെ വൈസ് ചെയർമാനുമായിരുന്നു. വളരെ സീനിയറായിട്ടുള്ള GS കാരനാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ കൂടെ CDSൻ്റെ ഡയറക്ടറും പിന്നെ വേറെ 2 പേരും അടങ്ങുന്ന ഒരു 4 അംഗ സമിതി ഒരു ധവളപത്രം തയ്യാറാക്കിയിരുന്നു. അതിൽ തന്നെ ഏകദേശം സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് 10 വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ശുപാർശ ചെയ്തു. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഇപ്പോൾ ഉണ്ട്. കമ്മിറ്റി 3 മാസമായി പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അവർ 6 മാസത്തെ സമയം കൂടെ ചോദിച്ചെങ്കിലും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പോൾ കമ്മിറ്റി ഇപ്പോൾ എയറിൽ നിൽക്കുകയാണ്. 14 പേർ അതിനകത്ത് ഒരു ജോലിയില്ലാതെ 14 പേർ അവിടെ ഇരിക്കുന്നു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞു. അവൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ VP ജോയി ചീഫ് സെക്രട്ടറിയാണ്, മുൻ ചീഫ് സെക്രട്ടറി. അദ്ദേഹം ഓഫീസിൽ വരുന്നില്ല. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹം CPM നോമിനി ആയിരുന്നു. അദ്ദേഹം എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അഡീഷണൽ സെക്രട്ടറി ആയിട്ടൊരു വനിതയുണ്ടായിരുന്നു, അവരും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അത് CPMൻ്റെ നോമിനി ആയിരുന്നു. പിന്നെ അകത്തുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊരു കമ്മിറ്റി ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഈ 14 ഉദ്യോഗസ്ഥർ മാത്രം വന്നിരിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുത്ത് പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. അതിന് നീട്ടുമോ എന്നറിയില്ല. ഇതെല്ലാം പറയുന്നതിനിടയിലാണ് അതീവ ഗൗരവമുള്ള മറ്റൊരു ഉത്തരവ് ഇന്ന് വന്നിട്ടുള്ളത്. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ശ്രദ്ധിച്ച് വേണം പണം ചെലവഴിക്കാൻ. കാരണം ഓണമാകുമ്പോൾ ഒരു 70 കോടി രൂപയെങ്കിലും വേണം ഓണത്തിന് ബോണസും അലവൻസും എല്ലാം കൂടി കൊടുക്കാൻ. 4500 കഴിഞ്ഞ പ്രാവശ്യം, അത് ചിലപ്പോൾ 5000 ആകാൻ സാധ്യതയുണ്ട്. അല്ലേ അതുപോലെ 4500 തന്നെ കൊടുക്കുമോ, 4750 കൊടുക്കുമോ? പുതിയ ഗവൺമെൻറ്റാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മൾ 5000 കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതുണ്ട്. പിന്നെ 2750 3000 കൊടുത്തത് 3250 3500 ആകുമോ? അങ്ങനെ അതിൻ്റെ തുക കൂടുമോ? 1000 രൂപ എന്ന് പറയുന്ന വേറെ ആളുകൾക്ക് മറ്റ് ക്ഷേമനിധി പോലുള്ള മറ്റു കാര്യം കിട്ടുന്നവർക്കുള്ള പൈസയുണ്ട്. അങ്ങനെ ഒത്തിരി പൈസ ഓണത്തിനും ചിലവ് വരും. ഇതെല്ലാം കൂടി 10-75 കോടി രൂപ, 60 മുതൽ 75 കോടി രൂപ വരെ ചിലവ് വരും. ഈ പണം കണ്ടെത്തണം. പിന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ഒരു ധാരണയില്ല. അതിനെ സംബന്ധിച്ച് UDF ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്തെന്ന് ഇതുവരെ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ശരിയായ കാര്യം. കഴിഞ്ഞ ഗവൺമെൻറ് ഉരുട്ടി 2 വർഷം ഉരുട്ടിക്കൊണ്ട് പോയി. ഇനി ഈ 19 21 നടപ്പിലാക്കി. പിന്നെ അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും നടപ്പിലാവേണ്ട വർഷം കഴിഞ്ഞിട്ടും അവർ അത് നീട്ടി ഉരുട്ടി അവർ കൊണ്ടുപോയി. ഇനി ഈ ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് ഉരുട്ടുന്നത് നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ചൊരു ധാരണയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സാമ്പത്തിക ഞെരുക്കത്തെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരവുകൾ വരുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വകുപ്പുകളും അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരണം, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിലൂടെ സംഭവിക്കുന്നത് പ്രോജക്റ്റുകൾ പലതും നടപ്പിലാക്കാതെ വരും, ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകൾ പലതും നടപ്പിലാക്കാതെ വരും. അതുപോലെ കുഞ്ഞു സ്ഥാപനങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ ഗ്രാൻറ്റിനേട് കിട്ടാതെ വരുമ്പോൾ അവരുടെ ശമ്പളം മുടങ്ങാനുമൊക്കെ വലിയ സാധ്യതയുണ്ട്. കുഞ്ഞു സൊസൈറ്റികൾ, കുഞ്ഞു സ്ഥാപനങ്ങളുടെയൊക്കെ ശമ്പളം മുടങ്ങാനുള്ള സാധ്യതയും വളരെ വലുതാണ്. കാരണം അവർക്ക് ഗ്രാൻറ്റിനേട് കൊടുത്താൽ മാത്രമേ അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പല ക്ഷേമനിധികളും പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ ഓൺ ടൈം സപ്പോർട്ടുകൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ഓൺ ടൈം എന്ന് പറയുമ്പോഴും പലവട്ടം കൊടുക്കും, വർഷത്തിൽ പല വർഷം പലവട്ടം കൊടുക്കും. ഓൺ ടൈം എന്ന് പറഞ്ഞാലും അങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്ന ക്ഷേമനിധി ബോർഡുകൾക്കും പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തൊഴിലാളികളുടെ ക്ഷേമനിധിയൊക്കെ അത് പക്ഷേ സർക്കാർ കൊടുക്കുന്നതല്ല, അവർ സെസ് പിരിച്ച് കൊടുക്കണം എന്നാണ് അതിൻ്റെ സങ്കല്പം. പക്ഷേ പിരിവൊന്നും സമയത്ത് നടക്കുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ആളുകൾക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ പല സ്ഥാപനങ്ങളിലും ഈ പെൻഷൻ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓണത്തിന് കുറേയൊക്കെ കൊടുക്കുമായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ കൊടുക്കണമെങ്കിലും സർക്കാർ കൈയഞ്ഞ് തന്നെ പലർക്കും പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പണമുണ്ടോ? അതിനൊക്കെ കരുതലിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ മുറുകെ പിടിക്കണം എന്ന് പറയുന്നതെന്നറിയില്ല. എന്തായാലും മുറുകെ പിടിക്കാനാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഖജനാവിൽ
പണം ചുരുക്കമാണ്. അങ്ങനെ വാരിക്കോരി ദീപാവലി കുളിച്ചാൽ ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായി ധനകാര്യ വകുപ്പിൽ നിന്ന് എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ ഏജൻസികൾക്കും ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത, പണം ചുരുക്കി ചിലവാക്കിക്കോളൂ. രാവിലെ ചായയോടൊപ്പം വട വേണ്ട, പിന്നെ മീറ്റിങ്ങുകളിൽ അണ്ടിപ്പരിപ്പ് വേണ്ട, അഥവാ അണ്ടിപ്പരിപ്പ് വാങ്ങുകയാണെങ്കിലും 1 2 കൊടുക്കുക, ഒരുപാട് വാങ്ങി കൊടുക്കരുത്. ബിസ്ക്കറ്റൊന്നും വേണ്ട. നമുക്ക് പരമാവധി ചുരുക്കാം. ചുരുക്കി ഉള്ള പൈസ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം.